ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ബാലകൃഷ്ണൻ പാപ്പിശ്ശേരി. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ഓണപ്പറമ്പിലുള്ള EMS സാംസ്കാരിക കേന്ദ്രം വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഞാനിന്ന് പുതിയൊരു എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുകയാണ്. നാടകത്തെക്കുറിച്ചുള്ളതല്ല, നാടകത്തെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച്, ഒരു നാടകം എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാനിവിടെ ഇപ്പോൾ നാറാത്ത് ഓണപ്പറമ്പിൽ EMS വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ കെട്ടിടത്തിലാണുള്ളത്. വനിതകളുടെ നാടകം ഈ അടുത്ത് തന്നെ അവർക്കിത് അരങ്ങേറണം. ഒരു വൈകാരികമായ സമീപനത്തോടു കൂടിയാണ് ഈ നാടകത്തെ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടിയാണ് ഇവരുടെ എത്തിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഭാരവാഹികളെ അല്ലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എനിക്കൊരു കൈത്താങ്ങായി ഒരാൾ വന്നാൽ ഒക്കെ ചേർന്ന് അവരുടെ കൂട്ടായ്മയിൽ ഒരു നാടകമുണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവരിതാ EMS സാംസ്കാരിക കേന്ദ്രത്തിലെത്തിയിരിക്കുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ടൊരു നാടകം കളിക്കണമെന്ന് തോന്നി? നമുക്കതിലേക്ക് വരാം. എൻ്റെ പേര് കനിക, ഞാൻ +2 ഇപ്പോൾ പഠിക്കുന്നതാണ്. നാടകം കാണാനും അഭിനയിക്കാനും കുറേ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഇവർ പറഞ്ഞ സജീവൻ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ആദ്യം എന്നോട് നാടകം, നമ്മളെ വായനശാലയുടെ വാർഷികത്തിന് നാടകം ഉണ്ട് എന്ന് പറഞ്ഞാലോ നമ്മളെ നാട്ടിലുള്ളവർ കളിക്കുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ അച്ഛനോട് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇവരെ താല്പര്യവും ഇവര് ചെയ്യുന്നതും കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടു നടക്കുന്നവരിങ്ങനെ അഭിനയിക്കും നടക്കുന്ന അതിശയം തോന്നിപ്പോയി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഏജിലുള്ളവര് പൊതുവെ ഇങ്ങനെ നാടകമേ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. സിനിമയുടെ പിറകെയും അല്ല ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നാടകങ്ങളുണ്ട്. നാടകങ്ങളിലൂടെ ഇപ്പോൾ കുറെ കാലം മുമ്പാണെങ്കിൽ നാടകങ്ങളിലൂടെയാണ് ചിലപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നാടകമായിരുന്നു എല്ലാവർക്കും. ഓരോ വീടുകളിലെ ആൾക്കാരും നാടകം കാണാൻ വേണ്ടി പോയിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ നാടകത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല മനസ്സിന് മുമ്പിൽ ഞാൻ തൊഴുകയോടെ നിൽക്കുക. നല്ല മനസ്സിന് മുമ്പിൽ ഞാൻ തൊഴുകയോടെ നിൽക്കുക. നിങ്ങൾ എല്ലാരും എന്നെ അഹങ്കാരി എന്ന് വിളിക്കരുത്. എല്ലാരും അഹങ്കാരി എന്ന് വിളിക്കരുത്. എന്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരിന് പകരം നൽകാനാ. എന്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരിന് പകരം നൽകാനാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂടിയത്. എൻ്റെ പേര് നിഷിത. എൻ്റെ മകളാണിത്, സജീവന്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ അഭിനയിച്ച് പരിചയമൊന്നുമില്ല. പക്ഷേ നല്ല നാടകം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എവിടെ നാടകം ഉണ്ടെങ്കിലും അവിടെ കുടുംബസമേതം പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നാടകം കാണുക, അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ള ഒരിത്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ഭർത്താവുമായി പങ്കുവെക്കുകയും അത് ഭർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു വനിതകൾക്ക് എന്തുകൊണ്ട് നാടകം നടത്തിക്കൂടാ എന്ന് എൻ്റെ മനസ്സിൽ നല്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സജിയാട്ടോട് പറഞ്ഞ് പിന്നെ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യത്തെ വാർഷികത്തിന് നാടകം വേണം. അത് വനിതാ വേദിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നടത്തുമെന്നുള്ള ഒരു മനസ്സിലൊരു ഉറച്ച ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഓരോ അഭിനയങ്ങൾ കാണുമ്പോൾ എന്തായാലും ഇത് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ട്. അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. എൻ്റെ പേര് സബിത. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരു വേഷം അഭിനയിക്കാൻ കഴിയുമെന്ന് തോന്നിയതുകൊണ്ട് ആണ് ഞാൻ ഈ നാടകത്തിലേക്ക് വന്നത്. ഞാൻ വീട്ടമ്മയാണ്, 2 മക്കളുണ്ട്. അപ്പം എന്നെ കണ്ടിട്ട് ഇനി മക്കൾ വളരട്ടെ എന്നുള്ളൊരു ഇതും കൂടി അതിൽ കൂടി മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്
ആണ് ഞാൻ ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയത്. അൻസു, പിന്നെ അൻസു, ഓനെ എനിക്ക് പെരുത്തിഷ്ടമായി. എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാലിപ്പോ അസീനക്ക് ഒരു വാക്കുള്ളൂ. ഇപ്പൊ ഹസീനക്ക് ഒരു വാക്യമുള്ളൂ. ഈ നിക്കാഹിന് ഞാൻ പിന്മാറുന്നു. ഈ നിക്കാഹിന് ഞാൻ പിന്മാറുന്നു. എല്ലാവരും മൊത്തം നോക്കണേ. എന്റെ ഉമ്മ ഉതിർത്ത കണ്ണീരുപ്പിന് പകരം നൽകാൻ ഉതിർത്ത കണ്ണീരുപ്പിന് പകരം നൽകാൻ ഒന്നും എന്റെ കയ്യിലില്ല. ഒന്നും എന്റെ കയ്യിലില്ല. എന്നാ പഠിച്ച് ജോലി നേടി ഉമ്മാക്കൊരു സഹായിയായി ഞാൻ മാറി. ഞാൻ പഠിച്ചൊരു ജോലി നേടി ഒരു സഹായിയായി ഞാൻ മാറും. എൻ്റെ പേര് പ്രസീത. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ബാങ്കിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പിന്നെ മറ്റുള്ള ഇതിന് പോകുന്നുണ്ട്. നമ്മൾ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ CH സജീവൻ ഇങ്ങനെ പിന്നെ നമ്മളൊരു നാടകം കളിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യം നമ്മൾ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിന്. ഇപ്പോൾ വന്ന് ഇവിടെ ചെയ്യുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റാണ് എന്ന് തോന്നി. ഇത് വിജയിക്കണമെന്ന് മാത്രം പറയുന്നു. എൻ്റെ പേര് രമ്യ. ഞാൻ ഇത്രയും നാളെ കൈകൊട്ടിക്കളിയിലായിരുന്നു ശ്രദ്ധയുണ്ടായിരുന്നു. അപ്പോൾ സജീവട്ടം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു നാടകം കളിക്കുന്നുണ്ട്. വരുമ്പോൾ ചോദിച്ചപ്പോൾ ഒന്ന് വന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നാടകത്തിലൊന്ന് നോക്കാമെന്നുള്ള രീതിയിൽ. എൻ്റെ പേര് ഉഷ. ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ല. എന്നാലും സജി വിളിച്ചപ്പോൾ ഒന്ന് വന്ന് നോക്കാം, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ അത് നല്ല മനസ്സോടെ ഞാൻ സ്വീകരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ശ്രീഷ്മ. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. ശൈലേച്ചിയും കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു റോൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. എന്നിട്ട് നാടകം അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അറിഞ്ഞത്. ആദ്യം ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ആ പേടിയെല്ലാം മാറി നല്ലൊരു ഇതായി. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് കളിക്കാൻ പറ്റും. സ്റ്റേജ് കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ അഭിനയിക്കാൻ പറ്റുമെന്നാണ് കുറച്ച് വിശ്വാസമുണ്ട്. കഴിയുന്നിടത്തോളം ഞാൻ പഠിപ്പിച്ചു. വീടിന്റെ പണിക്ക് വീടിന്റെ പണിക്ക് കല്ലും പേര് രണ്ടാം നിലയിലേക്ക് കയറുമ്പോ കാല് തെറ്റി വീണ എന്നെ പണിക്ക് പോകാൻ പിന്നെ അവൻ വിട്ടിട്ടില്ല. എന്നെ പണിക്ക് പോകാൻ അവൻ വിട്ടില്ല. പഠിത്തം മതിയാക്കി എനിക്ക് പകരം അവൻ കല്ല് പേറാൻ തുടങ്ങി. പഠിത്തം മതിയാക്കി എനിക്ക് പകരം അവൻ കല്ല് കയറാൻ പോയി തുടങ്ങി. എൻ്റെ പേര് നന്ദന. ഞാൻ ആർട്ടിസ്റ്റാണ്. സജീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ എങ്ങനെയാണ് ഇതിൽ അഭിനയിക്കുന്നത് പറഞ്ഞപ്പോൾ അതേ കൗതുകം തോന്നി. അതുകൊണ്ട് തന്നെ ഇതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് ചെയ്യണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ പേര് വിസ്മ. ഞാൻ 10ാം തരം വിദ്യാർത്ഥിനിയാണ്. സജയുടെ മുന്നിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ചോദിച്ചിരുന്നു. ഞാൻ ആണെന്ന് പറഞ്ഞു. നാടകത്തിലാണെന്ന് അറിയുമ്പോൾ പിന്നെയും ഓക്കെ തോന്നി. അങ്ങനെ വന്നതാണ്. ഒരു നോട്ടീസ് അടിച്ചു കൊടുത്താലും അവർക്ക് കേൾക്കാൻ പറ്റാത്തത് ഈ നാടകത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജിയെ അവർ ഉൾക്കൊള്ളുമെന്ന് കരുതിയാണ്. സമൂഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയാണ് ഈ നാടകത്തിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നത്. എന്തുകൊണ്ട് എങ്ങനെ ഈ നാടകത്തിലെത്തി? വായനശാല EMS വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായി. പേര് പറയൂ. പേര് ശൈലജ PP. നാറാത്ത് പഞ്ചായത്തിലെ സീരിയസ് മെമ്പറാണ്. വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. 3 പെൺമക്കളും 6 പേരമക്കളും ഉണ്ട്. ഈ നാടകം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. CH സജീവൻ്റെ ഒറ്റ പ്രേരണ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് വന്നത്. എൻ്റെ പേര് ഷൽമ. ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. പിന്നെ ഒരു ജോലിക്ക് വന്ന ഒരു ഡയറക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു നാടകത്തിൽ സജിയേട്ടൻ ഇപ്പം പറഞ്ഞ CH സജിയേട്ടൻ പറഞ്ഞപ്പോൾ സജിയേട്ടൻ ആ പേഴ്സണലി ആ ഒരു ബന്ധം കൊണ്ടാണ് ഇതിനകത്ത് അഭിനയിക്കുക. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ നാടകത്തിൽ സജിയേട്ടൻ ഇങ്ങനെ ഒരു നമ്മുടെ ഈ വാർഷികത്തിന് വായനശാലയുടെ വാർഷികത്തിന് ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കുന്നത് നീ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ സജിയേട്ടൻ ഒരു ചെറിയ വേഷത്തിൽ നമ്മളെ കൊണ്ട് പറ്റും പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. എന്റെ കൈലാസനാഥാ. കൈലാസനാഥനല്ല, ഞാനാ ജയ. നിങ്ങൾക്ക് ആത്ത പോയി കിടന്നൂടെ. ടിവിയിലുള്ള ഒച്ച കേട്ടിട്ട് സ്വൈര്യം കിട്ടും. ഇത് എന്റെ വീടാ. എവിടെ കിടക്കണം ഞാനാ തീരുമാനിക്കുന്നത്.
നിങ്ങളെ വീടാ, ഇതെന്റെ അശോകേട്ടന്റെ വീടാ. നിങ്ങളുടെ വീടാ? ഇതെന്റെ അശോകേട്ടന്റെ വീടാ. എന്റെ ഭർത്താവിന്റെ. എന്റെ ഭർത്താവിന്റെ. എനിക്കിവിടെ എനിക്കിവിടെ സൗകര്യമില്ലെന്ന് വെച്ചാ ഈ EMS സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നട്ടെല്ലായ എല്ലാമായ ഇതിൻ്റെ സജീവ പ്രവർത്തകനായ CH സജീവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് ഒരു സ്ത്രീപക്ഷ നാടകം ഈ അവസരത്തിൽ എടുത്ത് കളിക്കുന്നു എന്നത്, സജീവൻ ഏതർത്ഥത്തിലാണ് അത് കാണുന്നത് എന്നത് നമ്മളോട് പറയും. ഓണപ്പറമ്പ് EMS സാംസ്കാരിക കേന്ദ്രം വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ 24ാമത് വാർഷികം ഈ മാസം 19, 20 തീയതികളിൽ നടത്താൻ വേണ്ടി വായനശാല കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ പ്രകാരമാണ് ഇത്തരത്തിലൊരു നാടകമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആഗ്രഹിച്ചത്. 24 വർഷം പിന്നിടുമ്പോൾ വായനശാലകളിൽ മറ്റ് നാട്ടുകാരല്ലാതെ പുറത്തുനിന്നുള്ള പരിപാടികളാണ് കൂടുതലും അവതരിപ്പിക്കപ്പെട്ടത്. വിവിധ നാടക കേന്ദ്രങ്ങളുടെ നാടക മേഖലയിലുള്ള കലാസമിതികൾ ഒരുപാട് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ജില്ലക്ക് പുറത്തും അകത്തുമുള്ള ഒരുപാട് നാടകങ്ങൾ ഈ ഓണപ്പറമ്പിൽ വായനശാലയുടെ പരിപാടി ഭാഗമായിട്ട് കളിച്ചിട്ടുണ്ട്. കുറച്ചു കാലമായിട്ടിപ്പോൾ നാടൻപാട്ട് പോലുള്ള പരിപാടികളാണ് വരാറുള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ ഒരു വനിതാ മെഗാ ഒപ്പന കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തു നിന്ന് നാടകങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മാറ്റം വരുത്താനും നമ്മൾ സ്ത്രീകൾ മാത്രം അഭിനയിച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു നാടകം കളിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിനകത്ത് ഒരുപാട് നിറകേടുകൾ ഉൾപ്പെടെ എടുത്തു പറയാനും അത് ജനപക്ഷം സമർപ്പിക്കാനും കഴിയുന്ന ഒരു സമൂഹം സ്ത്രീകളാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീപക്ഷ നാടകം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ശ്രീധര സംഘമിത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം തന്നെ കളിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ നാടകം മുന്നേ ഞാൻ ഒരു തവണ വേറൊരു സ്ഥലത്ത് അവതരിപ്പിച്ച് കണ്ടപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ വെച്ച് നമുക്ക് ചെയ്തുകൂടാ എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ടൊരു ആശയം കൂടിയായി. ആ ആശയത്തിൻ്റെ ഫലമായി ഞാൻ നമ്മുടെ വായനശാലയുടെ പ്രവർത്തകരും അല്ലാത്തവരുമായി പങ്കുവെക്കുകയും ഈ നാടകം നമുക്ക് കളിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളെ സമീപിച്ചു. ആദ്യം ഞാൻ സമീപിച്ചപ്പോൾ ഞാൻ പിന്മാറേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമീപിച്ചപ്പോൾ ആരും ഞാനുമില്ല എന്ന രീതിയിലേക്ക് മുടങ്ങിപ്പോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് വില കൊടുത്തും ഈ സ്ത്രീപക്ഷ നാടകം സ്ത്രീകൾ മാത്രം അണിനിരക്ക് നാടകം കളിപ്പിക്കണമെന്നൊരു വാശി എൻ്റെ മനസ്സിൽ വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഏതെല്ലാം സോഴ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ ആ സോഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാടകം ഇപ്പോൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തു തന്നെയായാലും സമൂഹത്തിൽ നമ്മുടെ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർ ഈ 12 പേരും ഇതുവരെ ഒരു നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേജിൽ പോലും കയറാത്തവരാണ്. ഇതിൻ്റെ അകത്തുള്ളവർ അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന ചില ആളുകളുണ്ട് എന്നല്ലാതെ ഇതുവരെ ഒരു പരിപാടി പോലും സ്റ്റേജ് കയറാത്തവരാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ അർത്ഥത്തിൽ ഈ വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സജീവൻ്റെ വാക്കുകളിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. സജീവൻ സാധാരണഗതിയിൽ സാംസ്കാരിക പ്രവർത്തകനാണ്, കലാകാരനാണ്, നടനാണ്, നാടകത്തിന് സെറ്റ് വർക്കിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതിനപ്പുറം ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ സജീവൻ ഒരു ഗംഭീരമായ അസാധ്യ സാധ്യതകളുള്ള കഴിവുള്ള ഒരു സംഘാടകനാണ്. ഒരു സംഘാടകനില്ലെങ്കിൽ ഒരിക്കലും ഒരു നാടകം ഉണ്ടാകുന്നില്ല. EMS സാംസ്കാരിക വായനശാല ഗ്രന്ഥാലയം എന്നെ ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹിയായ CH സജീവൻ ബന്ധപ്പെടുന്നത് കുട്ടികളുടെ ഒരു നാടകം അവതരിപ്പിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു സ്ത്രീപക്ഷ നാടകം കൂടി നമുക്കൊന്ന് ചെയ്യണം എന്നുള്ളത്, ആ ദൗത്യം കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്നേഹത്തുരത്തിൻ്റെ റിഹേഴ്സൽ ഞങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. തികച്ചും വളരെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ സമീപ പ്രദേശങ്ങളായ മയ്യിൽ, കുളച്ചേരി, കുറ്റ്യാട്ടൂർ, ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പ്രാദേശികമായ നാടകങ്ങൾ കൂടുതൽ ഉണ്ടായി വരികയാണ്. അതിന് പ്രധാനമായി പ്രചോദനം നൽകുന്ന ഒരു നാടക പ്രവർത്തകനായ ശ്രീധരൻ സംഘമിത്ര, നാടക പ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവങ്ങൾ നാടകരചനയിൽ നമ്മുടെ പ്രദേശത്ത് വളരെ അപൂർവമായിട്ട് പോലും ഒരാളുകളില്ല. ആ സമയത്താണ് ശ്രീധര സംഘമിത്രയെ പോലുള്ള രചയിതാക്കൾ മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം സജീവൻ എൻ്റെ മുമ്പിലേക്ക് വയ്ക്കുകയും ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുകയും, അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഇന്ന് സമൂഹത്തിൽ ചൂഷണം നടക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ട്, അത് തുറന്നു പറയണം അത് തുറന്ന് പറയേണ്ട ഇടം നാടകമാണ് എന്ന ബോധ്യവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്നേഹത്തുരുത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വീട്ടമ്മമാർ അവതരിപ്പിക്കാൻ പോകുന്നത് സ്നേഹത്തുരുത്ത് എന്ന നാടകമാണ്. അതിൻ്റെ രചയിതാവ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, ശ്രീമാൻ ശ്രീധരൻ സംഘമിത്ര. നാടകത്തെക്കുറിച്ച് 2 വാക്ക് അദ്ദേഹം സംസാരിക്കും. വനിതകൾക്ക് വേണ്ടി ഒരു നാടകം എഴുതുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിനെ സമീപിച്ചത്. നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സ്ത്രീകൾ മാത്രം നാടകം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ അയൽപക്ക വിദ്യാലയങ്ങൾ, ഓരോ കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന ചോർച്ചകൾ, സാഹോദര്യത്തിൻ്റെ ഇഴയെടുപ്പും, അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു മാതൃക, ഇതെല്ലാം കോർത്തിണക്കി വന്നപ്പോൾ സ്നേഹത്തുരുത്ത് എന്ന ഒരു നാടകം ഇവിടെ ഉണ്ടാവുകയാണ്. ഈ നാടകം മനീഷ് സാരംഗിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്. EMS സ്മാരക വായനശാലയുടെ പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഈ നാടകം അവതരിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. മെച്ചപ്പെട്ട രീതിയിൽ ഈ നാടകം ജനസമക്ഷത്തിൽ ഇവർക്ക് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇവിടെ ഹസീന ഒറ്റക്കല്ല. ഹസീനയെ പോലുള്ള നിരവധി ആളുകൾ ഈ സമൂഹത്തിന് മുന്നിലുണ്ട്. ഹസീനയെ പോലുള്ള നിരവധി ആളുകൾ ഈ സമൂഹത്തിന് മുന്നിലുണ്ട്. തോറ്റുമടങ്ങാൻ എന്നും കാലിനടിയിൽ കിടന്ന് ജീവിതം കഴിച്ചു കൂട്ടാൻ, തോറ്റുമടങ്ങാൻ എന്നും കാലിനടിയിൽ കിടന്ന് ജീവിതം കഴിച്ചു കൂട്ടാൻ മനസ്സില്ലാത്ത നിരവധി ആളുകൾ അവർക്ക് തുണയായി കൂടെ ഉണർന്നു വരുന്നൊരു ജനതയുണ്ട്. മതത്തിന്റെ ജാതിയുടെ മതിൽക്കെട്ടുകൾ ഭേദിച്ച് മനുഷ്യസ്നേഹത്തിന്റെ പുതിയ ഉണർത്തുപാട്ടുമായി അവർ ഒത്തുചേരും. ഈ സ്നേഹത്തുരുത്തിൽ ഓണപ്പറമ്പ് EMS സാംസ്കാരിക വേദിയുടെ സ്നേഹത്തുരുത്ത് എന്ന ഈ നാടകത്തിൻ്റെ പരിശീലനം വളരെ നന്നായി പുരോഗമിക്കട്ടെ. നാടകത്തിൻ്റെ അവതരണത്തിന് നമുക്കെല്ലാ ആശംസകളും നേരാം.